Now, welcome students. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ കുളുംബ്സ് ലോ ആണ്. ആ കുളുംബ്സ് ലോയുടെ കുറച്ച് പ്രോബ്ലംസും ചെയ്തു. ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിലേക്ക്. ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സപ്പോസ് ഹിയർ ദർ ഇസ് എ ചാർജ് പ്ലസ് ക്യൂ. പ്ലസ് ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജ് ഇവിടെ ഞാൻ വെച്ചിരിക്കുകയാണ്. Now I am bringing another charge, say Q0 plus Q0. വേറൊരു ചാർജ് ഞാനിവിടെ കൊണ്ടുവരികയാണ്. കൊണ്ടുവന്ന് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? ദിസ് ചാർജ് വിൽ എക്സ്പീരിയൻസ് എ റിപ്പൾസീവ് ഫോഴ്സ്. ആ ഫോഴ്സ് എത്രയായിരിക്കും? 1/4π എപ്സിലോൺ നോട്ട് Q1 Q0 by r square, where r is the distance between these two. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, റിയലി എ നാഗിങ് ക്വസ്റ്റ്യൻ. ഈ ക്യൂ ഇവിടെ വെറുതെ ഇരിക്കുകയാണ്. ആ സമയത്താണ് ഞാൻ Q' കൊണ്ടുവരുന്നത്, Q0 കൊണ്ടുവരുന്നത്. ഈ Q0 എന്ന് പറയുന്ന ചാർജ് ഇവിടെ എത്തി, അതുകൊണ്ട് ഇതിനെ റിപ്പൽ ചെയ്യണം എന്ന് ഇതെങ്ങനെ മനസ്സിലാക്കി? ഈ Q എന്ന് പറയുന്ന ചാർജ്, ഹൗ ഇറ്റ് കെയിം ടു നോ ദാറ്റ് Q0 ഈസ് ഹിയർ? ഇവിടെ Q0 എന്ന് പറയുന്ന ഒരു ചാർജ് ഉണ്ടെന്ന് ഇതെങ്ങനെ മനസ്സിലാക്കി? അതാണ് ക്വസ്റ്റ്യൻ. ഇനി നിങ്ങൾ മറ്റൊരു ദർ ഇസ് ഹിയർ ദ കൺസെപ്റ്റ് ഓഫ് ഫീൽഡ് കംസ്. അതായത് ഒരു ചാർജ് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ Q0 എന്നുള്ള ചാർജ് വന്നാലും വന്നില്ലെങ്കിലും ഇതിന് ചുറ്റുമായിട്ട് ദർ ഈസ് എ ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇലക്ട്രിക് ഫീൽഡ്. നിങ്ങൾ എട്ടുകാലി വല കണ്ടിട്ടില്ലേ? എട്ടുകാലി നടുക്കിരിക്കും, അതിൻ്റെ ചുറ്റിനും അതിൻ്റെ വെബ് ഉണ്ടാവും. ആ വെബിലെങ്ങാനും ഒരു ചെറിയ പ്രാണി അതിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ എട്ടുകാലി എന്ത് ചെയ്യും? അത് വന്നിട്ട് അതിനെ പിടിക്കും, അല്ലേ? എട്ടുകാലി ആ വെബ് ഉള്ളത് കൊണ്ടാണ് അതിനെ അവിടെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയത്, അല്ലെങ്കിൽ അതിനെ അവിടെ ഉടക്കി നിർത്താൻ പറ്റിയത് ഈ വെബുള്ളത് കൊണ്ടാണ്. ഇനി എട്ടുകാലി എങ്ങനെ അറിയുന്നു ഈ വെബിൽ ഒരെണ്ണം കുടുങ്ങിയിട്ടുണ്ടെന്ന്? അത് ഏത് നേരം കണ്ണുറന്ന് നോക്കിയിട്ടൊന്നുമല്ല. ഇവിടെ ആ ഈച്ചയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രാണിയോ അതിൽ കുടുങ്ങിക്കഴിയുമ്പോൾ ദ വൈബ്രേഷൻ വിൽ ബി സെൻറ്റ് ത്രൂ ദ വെബ്. ഒരു വൈബ്രേഷൻ, ഒരു വേവ് ആ വെബിൽ നിന്ന് അങ്ങേയറ്റത്തുനിന്ന് ഇങ്ങേയറ്റത്തേക്ക് വരെ വരും. അത് എട്ടുകാലിക്ക് ഫീൽ ചെയ്യുമ്പോഴാണ് അതിന് മനസ്സിലാകണത് ഇന്നടുത്താണ് കാരണം കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഡയറക്ഷനിലോട്ട് അത് പോയി ആ ഇരയെ ക്യാപ്ചർ ചെയ്യും. ഓക്കെ. സിമിലർലി അറൗണ്ട് എവറി ഇലക്ട്രിക് ചാർജ് ദർ ഈസ് എ വെബ്. അവിടെ വെബ് എന്നല്ല പറയാൻ, ദാറ്റ് ഈസ് കോൾഡ് എ ഫീൽഡ്. ദർ ഈസ് ആൻ ഇലക്ട്രിക് ഫീൽഡ്. ആ ഇലക്ട്രിക് ഫീൽഡിൽ എവിടെയെങ്കിലും ഒരു ചാർജ് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ചാർജ് വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ. അപ്പോൾ എന്താണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡെഫിനിഷൻ? ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ സ്പേസ് അറൗണ്ട് എ ചാർജ്. ഇലക്ട്രിക് ഫീൽഡ് ഓഫ് എ ചാർജ് ഈസ് ദ സ്പേസ് അറൗണ്ട് ദ ചാർജ് വേർ അനദർ ചാർജ് വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ. അതാണ് ഇലക്ട്രിക് ചാർജിൻ്റെ ഡെഫിനിഷൻ. നൗ നേരത്തെ ചോദിച്ച ചോദ്യം ഒന്നുകൂടി ചോദിക്കുന്നു. ഇവിടെ നിന്ന് ഒരു Q0 എന്ന് പറയുന്ന ഒരു ചാർജ് ഞാനിവിടെ കൊണ്ടുവന്നു. അതിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് പതിയെ വിത്ത് എ വെലോസിറ്റി. സോ ഐ എം ബ്രിങ്ങിങ് ഇറ്റ് ടു ദിസ് പോയിന്റ്. അപ്പോൾ ഇതെങ്ങനെ അറിയും? അപ്പോൾ തന്നെ അറിയുമോ ഈ Q? ഇല്ല. Q ഇതറിയണമെങ്കിൽ ഒരല്പം സമയമെടുക്കും. എത്ര സമയമെടുക്കും? ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം ഓർക്കുക. എ ചാർജ് വിൽ ക്രിയേറ്റ് ആൻ ഇലക്ട്രിക് ഫീൽഡ് അറൗണ്ട് ഇറ്റ്. ബട്ട് വെൻ ദ ചാർജ് സ്റ്റാർട്ട്സ് ടു മൂവ്, ഒരു ചാർജ് അനങ്ങാൻ തുടങ്ങുന്ന ആ നിമിഷം, ഈ മൂവ്മെൻ്റ് ഒക്കെ റിലേറ്റീവാണ് കേട്ടോ, അത് വേറൊരു ആസ്പെക്റ്റ്. അത് ഐൻസ്റ്റൈൻ്റെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയൊക്കെ അതിനെക്കുറിച്ചാണ് ഡീൽ ചെയ്യുന്നത്. അത് പോട്ടെ. അപ്പോൾ ചാർജ് അനങ്ങാൻ തുടങ്ങുമ്പോൾ ദിസ് ചാർജ് വിൽ പ്രൊഡ്യൂസ് നോട്ട് ഓൺലി ഇലക്ട്രിക് ഫീൽഡ്. വെറുതെ അനങ്ങാതിരുന്നപ്പോൾ അതിൻ്റെ ചുറ്റിനും ഇലക്ട്രിക് ഫീൽഡാണ്. അനങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇഫ് ഇറ്റ് സ്റ്റാർട്ട്സ് ടു മൂവ് it will produce magnetic field also.
So there will be a combination of electric field and magnetic field. That is called electromagnetic radiation. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഇത് വേവ്സ് ഇത് പതിയെ ഉണ്ടാക്കി തുടങ്ങും. ഒരു ചാർജ് അനങ്ങാൻ തുടങ്ങുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ കൂടെ മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാവും, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് അത് ഉണ്ടാക്കും. ആൻഡ് ദ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് വിൽ മൂവ് വിത്ത് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ്. അപ്പോൾ ഈ ചാർജ് ഇവിടെ നിന്ന് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇവിടെ നിന്ന് ഇങ്ങനെ പുറപ്പെടും. ഈ ഡയറക്ഷനിലല്ല, എല്ലാ ഡയറക്ഷനിലേക്കും പുറപ്പെട്ടിട്ട് അതിവിടെ എത്തിക്കഴിയുമ്പോഴാണ് ഈ ക്യൂവിന് മനസ്സിലാകുന്നത് ഇവിടെ ഒരു Q0 അനങ്ങാൻ തുടങ്ങി എന്നുള്ളത്. ആൻഡ് വാട്ട് വിൽ ബി ദ, ഇപ്പോൾ ഇത് ഈ ഡിസ്റ്റൻസ് ആറാണെങ്കിൽ അത് എത്താനെടുക്കുന്ന സമയം എത്രയാണ്? സപ്പോസ് ദിസ് ഡിസ്റ്റൻസ് ഈസ് ആർ. ഇവിടെ നിന്ന് അനങ്ങാൻ തുടങ്ങുമ്പോൾ ഈ ആ മെസ്സേജ് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇവിടെ എത്താനെടുക്കുന്ന സമയം ഈസ് ഗിവൺ ബൈ T is equal to R by C, where C is the velocity of light. വളരെ പെട്ടെന്ന് തന്നെ, അതായത് നിങ്ങൾക്ക് ചിന്തിക്കാറുണ്ട്, R എന്ന് പറയുന്ന 1 മീറ്റർ ആണെന്ന് ഇരിക്കട്ടെ, 1 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 10⁸ മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നപ്പോൾ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1/3 0.33 ഇൻറ്റു 10⁸ -8 സെക്കൻഡ്സ്. ഒന്ന് ആലോചിച്ച് നോക്കി എത്ര കുറവ് സമയമാണെന്ന്. അപ്പം തന്നെ അത് ഇവിടെ എത്തുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ വേറെ ഒരു ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൽ വേറൊരു ചാർജ് വന്നു കഴിഞ്ഞാൽ അതിന് മനസ്സിലാകുന്ന അങ്ങനെ ഒരു ചാർജ് ഉണ്ടെന്ന്. അത് വരുമ്പോൾ തന്നെ അത് മൂവ് ചെയ്യാതെ ഇവിടെ എത്താൻ പറ്റില്ല. മൂവ് ചെയ്യുമ്പോൾ തന്നെ അതിൽ നിന്ന് ഇലക്ട്രോമാഗ്നറ്റിക് waves പുറപ്പെട്ടിട്ട് that will reach Q and the Q will detect that another charge is coming here. Okay, now നമുക്ക് ഇനി പഠിക്കേണ്ടത്, ഇപ്പോൾ ഇതൊരു ചാർജ് Q. ഈ ചാർജ് Qൻ്റെ ഇവിടെ ഒരു ചാർജ് വന്നാൽ അതിൻ്റെ റിപ്പൾസീവ് ഫോഴ്സ് ഇത്രയും ഡിസ്റ്റൻസ് 1/Q4/ε0 Q1 Q2/r². അപ്പോൾ ഈ R എന്ന് പറഞ്ഞ ഈ ഡിസ്റ്റൻസാണ്. അപ്പോൾ വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് കുറവാണ്, അതേസമയം ഇവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലാണ്. അടുത്ത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര റിപ്പൾസീവ് ഫോഴ്സാണ്. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇവിടെ കൂടുതലും ഇവിടെ കുറവ്, അകന്നു പോകും തോറും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്ന ഒരു സാധനം പഠിക്കേണ്ടി വരും. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, ആ ഇൻറ്റൻസിറ്റി ഒരു ചാർജിൽ നിന്ന് അകന്നു പോകും തോറും ഇൻറ്റൻസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ പോരാ. അപ്പോൾ ഇൻറ്റൻസിറ്റി, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി വി ഹാവ് ടു ഡിഫൈൻ. സോ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. Suppose this is a charge Q. I am bringing another charge Q0. എന്തുകൊണ്ട് Q0 എന്ന് ഇടുന്നു എന്നുള്ള അതിൻ്റെ ടെസ്റ്റ് ചാർജ് എന്നാണ് പറയുന്നത്, അതിലേക്കൊക്കെ വരാം. ഇറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് R. അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്രയാണെന്ന് ചോദിച്ചാൽ ഇതാണ് പോയിൻ്റ് P. ഈ പോയിൻ്റ് P, ഈ പോയിൻ്റ് പിയിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്രയാണെന്ന് ചോദിച്ചാൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ് ഐദർ കോൾഡ് ആസ് ഇലക്ട്രിക് ഫീൽഡ് ഓർ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ E, ക്യാപിറ്റൽ E. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി വെറുതെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് വേണേൽ പറയാം, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയാം. അത് ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ഇയിലെ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. സോ അത് എന്തുകൊണ്ട് വെക്റ്റർ ആയെന്ന് ഇപ്പോൾ മനസ്സിലാവും. സപ്പോസ് ഈ പോയിന്റിൽ ഈ ചാർജിനെ കൊണ്ട് ഉള്ള ഈ ചാർജിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അതിൽ ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്രയാണെന്ന് ചോദിച്ചാൽ അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ യൂണിറ്റ് ചാർജ്. യൂണിറ്റ് ചാർജ് എന്നാൽ കുളുമ്പാണ് യൂണിറ്റ്. യൂണിറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ 1 കുളുമ്പ്. അതായത് ഇവിടെ ഒരു 1 കുളുമ്പ് ചാർജ് കൊണ്ടുവന്ന് വെച്ചാൽ അത് എക്സ്പീരിയൻസ് ചെയ്യണ ഫോഴ്സ് എത്രയാണോ ആ ഫോഴ്സാണ് ഇതിൻ്റെ ഈ പി എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയെ
ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് പ്ലേസ്ഡ് അറ്റ് ദാറ്റ് പോയിന്റ്. ഈ പോയിന്റിൽ ഇനി ഇപ്പോൾ ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്രയാണെന്ന് ചോദിച്ചാൽ, നിങ്ങളിവിടെ ഒരു കുളുമ്പ് ചാർജ് കൊണ്ടുവന്ന് വയ്ക്കുക. സോ ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ് ഇൻ ദിസ് ഡയറക്ഷൻ ആൻഡ് ദാറ്റ് ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് ദിസ് പോയിന്റ് എക്സ്. അപ്പോൾ ഈ ചാർജിന് ചുറ്റുമുള്ള ഏത് പോയിന്റിലെയും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി നിങ്ങൾക്ക് കാണണമെങ്കിൽ, നിങ്ങൾക്ക് ഈ പോയിന്റിൽ കാണണമെങ്കിൽ ഇവിടെ ഒരു കുളുമ്പ് ചാർജ് കൊണ്ടുവന്ന് വയ്ക്കുക. അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണെന്ന് നോക്കുക. ആ ഫോഴ്സ് ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. സോ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് പ്ലേസ്ഡ് അറ്റ് ദാറ്റ് പോയിന്റ്. സോ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി is defined as the force experienced അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ഈ പറയുന്നത് കേട്ടോ. ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഉണ്ട്, അതും കൂടി കൂട്ടുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനായി. ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. അവിടെ കൊണ്ടുവന്നിരിക്കുന്ന -1 കുളുമ്പല്ല, +1 കുളുമ്പാണ്. യൂണിറ്റ് പോസിറ്റീവ് ചാർജ് പ്ലേസ്ഡ് അറ്റ് ദാറ്റ് പോയിന്റ്. So electric field intensity is defined as E. It is a vector quantity. E is defined as കാരണം ഫോഴ്സ് വെക്ടറാണ്. ഫോഴ്സ് എക്സ്പീരിയൻസ് ബൈ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത് അത് വെക്ടർ തന്നെയായിരിക്കും. സോ E is a vector quantity is defined as the force experienced by a unit positive charge placed at that point. ഇനി സപ്പോസ് ദിസ് ഈസ് എ ചാർജ് പ്ലസ് ക്യൂ. എനിക്ക് ഈ ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഈ പോയിന്റിൽ ഇതിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, അതിൽ ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഐ ഹാവ് ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് +1 കുളുമ്പ് ചാർജ് ഇവിടെ കൊണ്ടുവന്ന് വെക്കണം. എന്നിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യണ ഫോഴ്സ് എനിക്ക് മനസ്സിലാക്കണം. പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ? ഈ ഒരു കുളുമ്പ് ചാർജ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി 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 ബിഗ് യൂണിറ്റ്. നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു പ്രോബ്ലം ചോദിച്ചപ്പോൾ കണ്ടു, ഏകദേശം 198 വർഷം വേണം ഒരു ബോഡിയെ ഒരു കുളുമ്പ് ചാർജ് ഉണ്ടാക്കാൻ. 10⁻⁹ ഇലക്ട്രോൺസ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 10⁻⁹ ഇലക്ട്രോൺസ്, 10 ഫോളോഡ് ബൈ 9 zeros. അത്രയും ഇലക്ട്രോൺസ് ഒരു സെക്കൻഡിൽ ഒരു ബോഡിയിലേക്ക് നമ്മൾ പമ്പ് ചെയ്താൽ അതിന് -1 കുളുമ്പ് ചാർജ് വരാനായിട്ട് 198 വർഷം എടുക്കും. അപ്പോൾ അത്രയ്ക്ക് വലിയൊരു യൂണിറ്റാണ് കുളുമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അത്രയും വലിയൊരു കുളുമ്പെന്ന് പറയുന്ന ചാർജ് കൊണ്ടുവരുമ്പോൾ അതിനുമുണ്ട് ഇലക്ട്രിക് ഫീൽഡേ. ആ ഇലക്ട്രിക് ഫീൽഡിൽ ഇത് വന്ന് പെട്ട് കഴിഞ്ഞാൽ ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ റിപ്പൾസീവ് ഫോഴ്സ്, വെരി ഹ്യൂജ് റിപ്പൾസീവ് ഫോഴ്സ്. അത് റിപ്പൽ ചെയ്ത് പറന്ന് അങ്ങ് അടുത്ത ജില്ലയിലെത്തിയിട്ടുണ്ടാവും, ജില്ലയിലായാലും കഴിഞ്ഞു പോയിട്ടുണ്ട്. അതായത് നിങ്ങൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ഒരു കുളുമ്പ് ചാർജും ചുമന്നുകൊണ്ട് വന്നാൽ ഈ ചാർജ് അവിടെ കാണുക പോലുമില്ല, ഇറ്റ് വിൽ ഫ്ലൈ ഓഫ്. സോ ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ ടു ബ്രിങ് 1 കുളുമ്പ് ചാർജ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഫീൽഡ്. എന്തുകൊണ്ടാണ് ഇത് പറന്നു പോകണം? എന്തുകൊണ്ടാണ്? ഇതിനുമുണ്ട് ഇലക്ട്രിക് ഫീൽഡ്, ഇതിനുമുണ്ട് ഇലക്ട്രിക് ഫീൽഡ്. ഈ രണ്ട് ഇലക്ട്രിക് ഫീൽഡുകൾ തമ്മിൽ they will interact. There will be an interaction between the charge which I have brought to test the electric field. ഇലക്ട്രിക് ഫീൽഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ഒരു കുളുമ്പ് ചാർജ്, അത് ടെസ്റ്റ് ചാർജാണ്, ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ആ ടെസ്റ്റ് ചാർജും ഈ ഞാൻ ഏത് ചാർജിൻ്റെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കാണാൻ ശ്രമിക്കുന്നത് ആ ചാർജുമായിട്ട് ഇൻറ്ററാക്ഷൻ ഉണ്ടാവും. സോ ഇറ്റ് വിൽ മൂവ് അവേ. അപ്പോൾ നമുക്ക് ഈ പരീക്ഷണം നടക്കാതെ വരും, അല്ലെങ്കിൽ ഈ രീതിയിൽ കണ്ടുപിടിക്കാതെ, ഇൻറ്ററാക്ഷൻ ഉണ്ടാകാതെ നമ്മൾ കണ്ടുപിടിക്കണം. ഇൻറ്ററാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് വിൽ മൂവ്. അപ്പോൾ ഇൻറ്ററാക്ഷൻ ഇല്ലാതെ കണ്ടുപിടിക്കുക അത്ര പ്രാക്ടിക്കലും അല്ല. പക്ഷേ നമ്മൾക്ക് അപ്പോൾ ഈ കൊണ്ടുവരുന്ന ടെസ്റ്റ് ചാർജ് ഏറ്റവും ചെറുതായിരിക്കണം, എന്നാലേ ഇൻറ്ററാക്ഷൻ ഏറ്റവും കുറയുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനെ ഇലക്ട്രിക് ഫീൽഡിനെ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം എന്താണെന്ന് വെച്ചാൽ
ഇവിടെ ഒരു പ്ലസ് ക്യൂ ചാർജ് ഉണ്ട്. ഈ പോയിന്റിൽ പി എന്ന് പറയുന്ന പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാൻ ഐ വിൽ ബ്രിങ് എ വെരി 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 സ്മോൾ charge plus Q0. That will be very 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 small when compared to Q. വളരെ ചെറിയൊരു ചാർജ് അത് ഇവിടെ കൊണ്ടുവരും. സോ Q0. ദെൻ ഐ വിൽ ഫൈൻഡ് ഔട്ട്. അപ്പോൾ ഇൻട്രാക്ഷൻ തീരെ ഉണ്ടാവില്ല, കാരണം ഇത് വളരെ വളരെ ചെറിയ ചാർജ്. സോ ഐ ക്യാൻ മെഷർ ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ Q0. അപ്പോൾ നമ്മളുടെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡെഫിനേഷനാണ് ഇറ്റ് ഈസ് എ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ യൂണിറ്റ് ചാർജ്. ഇത് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ Q0 വെറുതെ വളരെ വളരെ ചെറുതായതുകൊണ്ട് ഇതുമായിട്ട് ഇൻട്രാക്ട് ചെയ്യില്ല, ഇതനങ്ങില്ല. അപ്പോൾ എനിക്ക് കിട്ടിയ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഡ്യൂ ടു Q0 ആണ്. എനിക്ക് വേണ്ടത് എന്താണ്? യൂണിറ്റ് ചാർജിൻ്റെ യൂണിറ്റ് ചാർജ് കൊണ്ടുവച്ചാൽ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സാണ്. എനിക്ക് കിട്ടിയേക്കുന്നത് എന്താണ്? Q0 ചാർജ് എക്സ്പീരിയൻസ് ചെയ്ത ഫോഴ്സാണ്. അപ്പോൾ യൂണിറ്റ് ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എത്രയായിരിക്കും? ഇറ്റ് വിൽ ബി by Q0, F by Q0. So this will give the intensity. Okay, this is how you have to find out electric field intensity. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കൊണ്ടുവരാനായിട്ട് ഈ ഒരു ചാർജ് Q ആണെങ്കിൽ ഇവിടെ ഐ വിൽ ബ്രിങ് എ പ്ലസ് Q0 ചാർജ് വിച്ച് ഈസ് കോൾഡ് ടെസ്റ്റ് ചാർജ്. ഈ ടെസ്റ്റ് ചാർജിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് ചാർജ് ഈസ് വെരി വെരി സ്മോൾ. ചാർജ് ഈസ് വെരി 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 സ്മോൾ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഒരു ഫോർമുല എഴുതുക? ഇലക്ട്രിക് ഫീൽഡ് E ഈസ് ഈക്വൽ ടു F ബൈ Q0. പക്ഷേ ഇവിടെ Q0 എത്ര വലുതാകാം, എത്രയും ചെറുതായേ പറ്റൂ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? കറക്റ്റായിട്ട് എഴുതണമെങ്കിൽ E വിൽ ബി ഈക്വൽ ടു ലിമിറ്റ് Q0 ടെൻസ് ടു 0. Q കുറഞ്ഞ് 0യുടെ അടുത്ത് തന്നെ. 0 ആയിരുന്നു. 0 ആയിക്കഴിഞ്ഞാൽ there won't be any force. Then F by Q0. നിങ്ങൾ ഡിഫറൻസിയേഷനിൽ പഠിക്കുന്നുണ്ട് മാത്തമാറ്റിക്സിൽ. ലിമിറ്റ് Q0 ടെൻസ് ടു 0. അപ്പോഴാണ് ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ വൈ വിൽ ബി ഈക്വൽ ടു ഡി എക്സ് ബൈ ഓർ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് വിൽ ബിക്കം ഡി വൈ ബൈ ഡി എക്സ് വെൻ ഡെൽറ്റ എക്സ് ടെൻസ് ടു 0. അതേപോലെ തന്നെയാണ് ഈ എഴുതിയേക്കുന്ന E ഈസ് ഈക്വൽ ടു ലിമിറ്റ് ടെസ്റ്റ് ചാർജ് Q ടെൻസ് ടു 0 F ബൈ Q0. ഇനി എത്ര വരെ കുറയാം? ഈ Q0 കുറച്ച് എത്ര വരെ കുറയാം? ഒരു പ്രോട്ടോണിൻ്റെ ചാർജ് വരെ കുറയാം, അതിലപ്പുറത്തേക്ക് കുറയാൻ പറ്റില്ല. സോ ദ മിനിമം വാല്യൂ വി ക്യാൻ അറ്റൈൻ ഈസ് Q0. ദിറ്റ്സ് മിനിമം വാല്യൂ is 1.6 into 10 raised to minus 19 coulombs. That is the charge of a proton. അതിലും പിന്നെ താത്തി ഒരിക്കലും Q0 കൊണ്ടുവരാൻ പറ്റില്ല. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കണ്ടീഷൻ വെച്ചാൽ ഏറ്റവും കറക്റ്റായിട്ട് ഈ Q എന്ന് പറയുന്ന ചാർജിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് P, ഈ പോയിൻ്റ് P ഇതിലെ വേണ്ട നിങ്ങൾ അവിടെ ഒരു പ്രോട്ടോൺ കൊണ്ടുവരിക. എന്നിട്ട് പ്രോട്ടോൺ എക്സ്പീരിയൻസ് ചെയ്യുന്ന ചാർജ് കണ്ടുപിടിക്കുക F. ആ എഫിനെ ചാർജ് ഓഫ് ദ പ്രോട്ടോൺ Q0 കൊണ്ട് കിട്ടുക. യു വിൽ എക്സാക്ട്ലി ഗെറ്റ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഓക്കെ, see what is E will be equal to F by Q0. So what will be its unit? What is the unit of force? Newton. What is the unit of Q0? Test charge? Coulomb. So the unit of E is Newton per Coulomb or Newton Coulomb raised to minus 1. This is the unit of electric field intensity. Unit of electric field intensity is Newton per Coulomb. Okay. Now let us see what is the expression for electric field intensity due to a point charge. Let Q be a point charge here. Let P be a point at a distance r from here.
ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്രയാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. വാട്ട് ഐ ഹാവ് ടു ഡു? ഐ ഹാവ് ടു ബ്രിങ് എ കൊണ്ടുവരുന്നു വളരെ ചെറിയ ഒരു ടെസ്റ്റ് ചാർജ്. Now what is the force experienced by this test charge by Coulomb's law? The force experienced F will be equal to ഇത് വാക്യത്തിലാണെന്ന് വിചാരിക്കുക 1/4 pi epsilon naught q0 by r square. Now what is the formula for electric field intensity? E will be equal to F by q0. So what will be the magnitude of E? Magnitude of E will be equal to F by q0. Magnitude of F 1/4 pi epsilon naught q0 by r square divided by q0. This q0 and q0 will get cancelled. So E will be equal to electric field intensity. The magnitude of the electric field intensity at this point P will be equal to 1/4 pi epsilon naught q by r square. And its unit is Newton per Coulomb or Newton Coulomb raised to -1. This is a very, very important equation. നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ ഒത്തിരി ആവശ്യം വരുന്ന ഇക്വേഷനാണ്. ദാറ്റ് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഈസ് ഗിവൺ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് ഈസ് ഗിവൺ ബൈ E is equal to 1/4 pi epsilon naught q by r square. Electric field intensity due to a charge, point charge q, point charge in the case, point charge q at a distance r is given by E is equal to 1/4 pi epsilon 0 q by r square Newton Coulomb raised to -1. This is a very important formula. Okay. Now let us find out ഇനി വേറൊരു കാര്യം നമ്മൾ നോക്കുകയാണ്. Suppose there is a charge q1 here. So it will be having electric field intensity all over here. So let us find out what is the electric field intensity at this point. അപ്പോൾ നമുക്കറിയാം E will be equal to 1/4 pi epsilon naught q1 by r square. അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഇങ്ങനെ വരച്ചാൽ ഇങ്ങോട്ടായിരിക്കും. ഓക്കെ, ഇത് +q1 ആണ്. പക്ഷേ ഇനിയൊരു കാര്യം ചിന്തിക്കുക, ഞാനിവിടെ വേറൊരു ചാർജ് കൊണ്ടുവയ്ക്കുകയാണ് q2 plus q2. What will be the electric field intensity due to q2? The electric field intensity q2, ഇത് r1 എന്നിരിക്കട്ടെ, r1, ഇത് r2. സോ അത് ഈ ഡയറക്ഷനിലായിരിക്കും. ഇത് E1, ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ് E1, ഇതുണ്ടാക്കുന്ന E2 ആയിരിക്കും. വാട്ട് വിൽ ബി E2? E2 വിൽ ബി ഈക്വൽ ടു 1/4 pi epsilon naught q2 by r2 സ്ക്വയർ. ഇനി വേറൊരെണ്ണം ഉണ്ടെങ്കിലോ, ഇവിടെ ഒരു q3 ഉണ്ടെന്നിരിക്കട്ടെ. സോ ദിസ് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഇത് രണ്ടും കൂടി കൂട്ടി ഇതിൻ്റെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കും. അതിനുശേഷം ഇത് രണ്ടും കൂടി കൂട്ടി ഇതിൻ്റെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കും. ഫൈനൽ വിൽ ബി ദിസ് വൺ. അപ്പോൾ ഇനി ഒരു E3 വിൽ ബി ഈക്വൽ ടു 1/4 pi epsilon naught q3 by r3 സ്ക്വയർ. ഇത് r3. അപ്പോൾ ഇതിൻ്റെ നെറ്റ്, വാട്ട് വിൽ ബി ദ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ്? നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യും. നമ്മൾ ആദ്യം പഠിപ്പിച്ച കുളുംബ്സ് ലോയിൽ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പഠിച്ചില്ലേ? അതേപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഓൾസോ ഒബേസ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. സോ ദ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദിസ് പോയിന്റ് വിൽ ബി ഈക്വൽ ടു, E will be equal to, you have to add vectorically. ആദ്യം ഇത് രണ്ടും കൂടി കൂട്ടി അതിൻ്റെ റിസൾട്ട് കാണുക, അത് കഴിഞ്ഞ് ഇത് രണ്ടും കൂടി കൂട്ടി അതിൻ്റെ റിസൾട്ട് കാണുക. ഇനി വേറൊരു ചാർജ് ഉണ്ടെങ്കിൽ ഇതും ഇതും കൂടി കൂട്ടി
ഇപ്പോൾ പാരലലോഗ്രാം ലോ അനുസരിച്ച് റിസൾട്ടൻ്റ് കാണുക, അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. സോ E1 + E2 + E3 plus etc. like that it will go. So this is that means electric field intensity also obeys superposition principle. Okay. Now let us find out what is the electric field intensity due to a uniformly charged ring. ഒരു യൂണിഫോമായിട്ട് ചാർജ് ചെയ്ത ഒരു റിങ്ങാണിത്. ഒരു റിങ്, തിന്നായിട്ടുള്ള റിങ്, അതിന് ചാർജ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ചാർജ് യൂണിഫോമായിട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, യൂണിഫോംലി ചാർജ്ഡ് റിങ്. ആ റിങ്ങിൻ്റെ സെൻറ്റർ ഇതാണ്, അതിൻ്റെ റേഡിയസ് R ആണ്. അതിൻ്റെ സെൻറ്ററിൽ കൂടി വരയ്ക്കുന്ന ഈ വരയ്ക്കാണ് ആക്സിയൽ ലൈൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് ആക്സിയൽ ലൈൻ. ഈ ആക്സിയൽ ലൈനിലെ ഒരു പോയിൻ്റാണ് P. അപ്പോൾ ഈ P എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി നമുക്കൊന്ന് കണ്ടുപിടിക്കണം. സോ ലെറ്റ് us see. ഇത് യൂണിഫോംലി ചാർജ്ഡ് റിങ്ങാണ്. എന്ന് വെച്ചാൽ എല്ലായിടത്തും ഒരേ ചാർജ് ആക്കാം, യൂണിഫോംലി ചാർജ്ഡ് റിങ്. ഇതതിൻ്റെ റേഡിയസ് R. ഈ റിങ്ങിൻ്റെ ആക്സിയൽ ലൈനാണ്, ഇതതിൻ്റെ സെൻറ്റർ O. ആക്സിയൽ ലൈനാണ് വരച്ചേക്കുന്നത് P. ആക്സിയൽ ലൈനാണിത്. ആക്സിയൽ ലൈനിലെ ഒരു പോയിൻ്റാണ് P. ഈ Pയിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, നമുക്കൊരു ചാർജിലെ ഒരു സിംഗിൾ ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഫോർമുല അറിയാം. ഇറ്റ് ഈസ് 1/4πε0 Q/r². Let this point P be at a distance x from the center. ഈ ഡിസ്റ്റൻസ് x ആണെന്നിരിക്കട്ടെ. OP = x. നൗ നിങ്ങൾ ഈ റിങ്ങിലെ ഇതിൻ്റെ മുകൾ ഭാഗത്തെ ഒരു ചെറിയ ഒരു കഷ്ണം എടുക്കുക, ചെറിയൊരു പീസ്. ഇങ്ങനെ ഒരു റിങ്ങിലെ വളരെ 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 ചെറിയൊരു പീസ്, വെരി 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 സ്മോൾ പീസ്. അപ്പോൾ അതിനകത്ത് കുറച്ച് ചാർജ് ഉണ്ടെന്നിരിക്കട്ടെ. ഇത്രയും ഭാഗത്ത്, ഇത് യൂണിഫോംലി ചാർജാണ്, അതിൽ ഇത്രയും ഭാഗത്തുള്ള ചാർജ് നോക്കുമ്പോൾ ദാറ്റ് ഈസ് dq. അങ്ങനെ കുറേ dqകൾ കൂട്ടിക്കിട്ടുമ്പോഴാണ് q ആകുന്നത്. സോ നൗ വാട്ട് ഈസ് dq ദെൻ? dq വിൽ ബി ഈക്വൽ ടു, അതായത് ഇതിൻ്റെ മൊത്തം സർക്കംഫറൻസ് എത്രയാണ്? 2πr. 2πr ഡിസ്റ്റൻസിൽ 2πr മീറ്ററാണ് ഇതിൻ്റെ ചുറ്റളവ്, സർക്കംഫറൻസ്. അതിലുള്ള ചാർജ് q ആണ്. അപ്പോൾ യൂണിറ്റ് ചാർജ് എത്രയായിരിക്കും? യൂണിറ്റ് ലെങ്തിലുള്ള ചാർജ് എത്രയായിരിക്കും? 2πr മീറ്ററിൽ ഇത്രയും ചാർജ് ഉണ്ട്. അപ്പോൾ 1 മീറ്ററിൽ എത്രയായിരിക്കും? ദാറ്റ് ഈസ് ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് will be equal to, say let it be sigma will be equal to, or lambda will be equal to q/2πr. Then what will be the, suppose this length is dl, ഇതിൻ്റെ ലെങ്ത് dl ആണ്. dl ലെങ്തുള്ള ഒരു ചെറിയ ലെങ്താണ് ഞാൻ എടുത്തേക്കുന്നത്, അതിനുള്ളിലുള്ള ചാർജാണ് dq. Then what will be dq? dq will be equal to dl, 1 മീറ്ററിലുള്ളത് ഇത്രയും ചാർജാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ dl ലെങ്തിൽ എത്രയുണ്ടാവും? ഇൻറ്റു dl. സോ dq will be equal to q/2πr into dl. This is the charge enclosed into this very very small length dl. വളരെ ചെറിയ ലെങ്താണ് നമ്മൾ എടുക്കുന്നത്. Now let us find out what is the, അപ്പോൾ അതൊരു പോയിൻ്റ് ചാർജായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. dl വളരെ ചെറുതായതുകൊണ്ട് that we can consider it as a point charge. ആ പോയിൻ്റ് ചാർജ്, ഇതൊരു പോയിൻ്റ് ചാർജാണ് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഈ പോയിൻ്റ് ചാർജ് പിയിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയായിരിക്കും? നമ്മൾ ഈ ഡിസ്റ്റൻസ് നോക്കുക. സപ്പോസ് ദിസ് ഡിസ്റ്റൻസ് ഈസ് a. അങ്ങനെയാണെങ്കിൽ പിയിൽ അതിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? ഇങ്ങോട്ടായിരിക്കും, റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും. ഇവിടെ ഒരു യൂണിറ്റ് ചാർജ് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ
So this will be the direction of electric field because here it is plus q. Now അതിൻ്റെ എക്സ്പ്രഷൻ എന്താണ്? So electric field intensity and electric field due to DE, ചെറിയൊരു ഇലക്ട്രിക് ഫീൽഡാണ്, ഡ്യൂ ടു ചാർജസ് ഓൺ DL. അതൊരു പോയിന്റ് ചാർജായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും DE വിൽ ബി ഈക്വൽ ടു 1/4πε0 dq, that is the charge, dq by a square. Okay, and this will be the direction of that charge. This will be the direction of that force. ഇതാണ് ഈ ആരോ, ബാക്കിയുള്ള ആരോ നിങ്ങളിപ്പോൾ മൈൻഡ് ചെയ്യേണ്ട, ഈ ആരോ ആണ് അതിൻ്റെ ഡയറക്ഷൻ. നൗ ദിസ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി, ദിസ് ഈസ് d. അപ്പോൾ ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. സോ ദാറ്റ് വെക്റ്റർ ക്വാണ്ടിറ്റി ഐ ക്യാൻ റിസോൾവ് ഇൻറ്റു 2. ദാറ്റ് ഈസ് one component in this direction, another component in this direction. Suppose this angle is theta, അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും തീറ്റ ആയിരിക്കും. This angle will be theta. This angle will be theta, opposite angle. So I can resolve this into 2 components. ഇതിനെ 2 കമ്പോണൻ്റ് ആയിട്ട് മാറ്റാം. ഒന്ന് DE cos theta, ഈ ഡയറക്ഷനിൽ, അതാണ് ഞാൻ ഈ വരച്ചേക്കുന്നത് ഒരാരോ, DE cos theta. മറ്റൊന്നോ DE sin theta. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട്, ഡയമെട്രിക്കലി ഓപ്പോസിറ്റ്. ഇതൊരു റിങ് ആണെങ്കിൽ ഈ റിങ്ങിൻ്റെ ഇവിടെ എടുത്തെങ്കിൽ നേരെ താഴെ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് യു ഇമാജിൻ അനദർ ലെങ്ത് DL. അപ്പോൾ അതിൻ്റെ ചാർജും DQ ആയിരിക്കും. ആ DQ അതൊരു പോയിൻ്റ് ചാർജായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ആ പോയിൻ്റ് ചാർജ് ഇവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇതായിരിക്കും. അതിനെയും ദിസ് വിൽ ഓൾസോ ബി ഈക്വൽ ടു DE. ഇതും DE, ഇതും DE. ആ DE, അപ്പോൾ ഈ ആംഗിളും തീറ്റ തന്നെ ആയിരിക്കും ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ട് എടുക്കുമ്പോൾ. അപ്പോൾ ഈ ആംഗിളും തീറ്റ തന്നെ ആയിരിക്കും. സോ ദിസ് DE ക്യാൻ ബി റിസോൾവ്ഡ് ഇൻറ്റു 2. One is DE cos theta, അതാണ് ഞാൻ 2 ആരോ ഇട്ടേക്കുന്നത്. ദെൻ DE sin theta. ഇനി നിങ്ങൾ നോക്കിയേ, ഈ DE sin theta എന്ന് പറയുന്നത് ഒന്ന് ഇങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടുമാണ്. ദാറ്റ് ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. സോ ദീസ് 2 വിൽ ഗെറ്റ് ക്യാൻസൽഡ് ഈച്ച് അതർ. ചുരുക്കി പറഞ്ഞാൽ ഈ ഡയറക്ഷനിൽ മാത്രമേ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുള്ളൂ. ഇവിടെ ഇപ്പോൾ എത്ര 2 പോയിൻറ്റ്സ് എടുത്തപ്പോൾ എത്ര ഇലക്ട്രിക് ഫീൽഡ് കിട്ടി? 2 DE cos theta കിട്ടി. അങ്ങനെ മൊത്തം എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് നമ്പർ ഓഫ് കോസ് തീറ്റാസ്. അപ്പോൾ ഈ 2 പോയിന്റുകൾ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് 2 DE cos theta ആണ്. അപ്പോൾ ഒരു ഫീൽഡ് ഉണ്ടാക്കുന്നതോ, അപ്പോൾ ഒരു പോയിന്റ് ഉണ്ടാക്കുന്നത്, ഒരു DL ഉണ്ടാക്കുന്നത് ഒരു DE cos theta ആണ്. അത് ക്യാൻസൽ ചെയ്തുകൊണ്ട് പോകുമെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. സോ ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, നൗ വി ക്യാൻ കൺക്ലൂഡ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി പ്രൊഡ്യൂസ്ഡ് ബൈ എ സ്മോൾ ചാർജ് DQ lying in between DL, very very small length DL, is DE cos theta. അതാണ് DE cos theta ആയിരിക്കും. Then what will be the total charge? എല്ലാ DE cos thetaയും കൂടി കൂട്ടിയെടുത്താൽ മതി. ഇവിടെയുള്ള ഇതിനെയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞരിഞ്ഞ് നോക്കി എല്ലാ DE cos thetaയും കൂടി കൂട്ടുമ്പോൾ യു വിൽ ഗെറ്റ് ദ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ്. ഇവിടെ നമ്മൾ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് എടുക്കുന്നത്. ഇൻ്റഗ്രേഷൻ, ഇൻ്റഗ്രേഷൻ മീൻസ് ആഡിങ് അപ്പ്, എല്ലാം കൂടി കൂട്ടി യോജിപ്പിക്കുക. ഇൻ്റഗ്രേഷൻ്റെ ഉപയോഗം എന്താണ്? വെറുതെ കൂട്ടിയെടുക്കുന്നതിന് വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ കാൽക്കുലസിൽ അങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട്. നിങ്ങൾ ഡിഫറൻസിയേഷൻ പഠിച്ച് കാണും. ഈ ഇൻ്റഗ്രേഷൻ ഈ വർഷമേ പഠിക്കുകയുള്ളൂ. ഐ വിൽ ടെൽ യു ആൻ എക്സാമ്പിൾ. വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഇൻ്റഗ്രേഷൻ പറഞ്ഞാലേ ഇത് മനസ്സിലാവുള്ളൂ. സപ്പോസ് ഹിയർ ദർ ഈസ് എ ബിഗ് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെന്നിരിക്കട്ടെ. ഇവിടെ ഒരു ചെറിയ ഭാരമുള്ളൊരു സാധനമുണ്ട്, ഒരു ചാക്ക് ഈ പോയിന്റിൽ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി എന്താണെന്ന് വെച്ചാൽ ഇതിനെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെക്കുക എന്നുള്ളതാണ്. ദിസ് ഈസ് യുവർ ഡ്യൂട്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് അതാണ്.
പക്ഷെ പ്രശ്നം എന്താണെന്നറിയാം, ഇങ്ങനെ നടന്നു പോകാൻ വഴിയില്ല. പകരം വഴി കിടക്കുന്ന ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് മുഴുവൻ വെള്ളമാണെന്ന് വിചാരിക്കുക. മുഴുവൻ വെള്ളമാണ്. നിങ്ങൾ ഈ വെള്ളത്തിലൂടെ നീന്തി വേണം വരാൻ. ഇതിലേ വേണം ഇങ്ങനെ നടന്ന് വന്ന് ഇതുകൊണ്ട് ഇവിടെ വയ്ക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് വെള്ളത്തിലൂടെ നടക്കാൻ കൂടുതൽ അധ്വാനം വേണ്ടി വരും അല്ലേ, കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ വെള്ളത്തിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ വെള്ളത്തിൻ്റെ ഒരു തള്ളൽ പുറകിലോ ഉണ്ടാവും. ആ ഫോഴ്സ് ലെറ്റ് ഇറ്റ് ബി F1. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫോഴ്സ് F1 ആണെന്നിരിക്കട്ടെ. ഈ ഡിസ്റ്റൻസ് S ആണെന്ന് ഇരിക്കട്ടെ, F1. അങ്ങനെ നിങ്ങൾ നടന്ന് ഇവിടെ എത്തിയപ്പോൾ നിങ്ങൾക്ക് ഇത് ഇവിടെ കൊണ്ട് വയ്ക്കാം. അപ്പോൾ നിങ്ങൾ ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ ശരീരം മുഴുവൻ മുങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് നടക്കാനായിട്ട് കുറേ കൂടി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഫോഴ്സ് ഉപയോഗിക്കണം. ഇവിടെ എടുത്ത ഫോഴ്സ് F2 എന്നിരിക്കട്ടെ, അതിൻ്റെ അടുത്തെത്തിയപ്പോൾ. അപ്പോൾ നിങ്ങൾ ചെയ്ത വർക്ക് ഡൺ എങ്ങനെ കൂട്ടും? വർക്ക് ഡൺ ഈസ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. നിങ്ങൾ വർക്ക് ഡൺ കാണാൻ F1 ഇൻറ്റു S എടുക്കുമോ ഓർ F2 ഇൻറ്റു S എടുക്കുമോ? ഏതെടുക്കും? രണ്ടും എടുക്കാൻ പറ്റില്ല. രണ്ടെടുത്താലും തെറ്റും. കാരണം ഇവിടെ നിങ്ങൾ കൂടുതൽ വർക്ക് ചെയ്തു, അതിനെ S കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾ വർക്ക് ചെയ്തതിൻ്റെ ഇരട്ടി കിട്ടും. ഇവിടെ F1 വളരെ കുറവാണ്, അതുകൊണ്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ വർക്ക് ചെയ്തത് വളരെ കുറവായിട്ട് കിട്ടും. ഇവിടെ F2 വളരെ കൂടുതലാണ്, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഈ വർക്ക് ചെയ്തത് ഇരട്ടിയായിട്ടൊക്കെ കിട്ടും, അല്ലെങ്കിൽ വളരെ കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്താണ് സൊല്യൂഷൻ? ആ സൊല്യൂഷനാണ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഇതിനെ ചെറിയ 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 സ്ട്രിപ്സായിട്ട് ഡിവൈഡ് ചെയ്യുക. ഇങ്ങനെ ചെറിയ സ്ട്രിപ്സായിട്ട്. ഈ ഒരു സ്ട്രിപ്പിൻ്റെ ലെങ്ത് DS എന്നിരിക്കട്ടെ, ഈ ദൂരെ DS. അപ്പോൾ അവിടെ വെച്ച് നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഫോഴ്സ് ലെറ്റ് ഇറ്റ് ബി F. ഇവിടെ വെച്ച് അനുഭവപ്പെടുന്ന ഫോഴ്സ് F ആണെന്നിരിക്കട്ടെ. അപ്പോൾ വളരെ ചെറിയ ദൂരമാണ്. അപ്പോൾ അവിടുത്തെ ഫോഴ്സ് ഇങ്ങനെ വേരി ചെയ്യല്ലേ, ഇത് ഏകദേശം ഒരേ ലെവൽ പോലെ ആയിരിക്കും. അപ്പോൾ ഫോഴ്സ് ഈ ഒരു ചെറിയ ഡിസ്റ്റൻസിൽ ഫോഴ്സ് വിൽ റിമെയിൻ കോൺസ്റ്റൻ്റ് എന്ന് വിചാരിക്കുക. ദെൻ what will be the work done here? The work done dW will be equal to F into DS. F into DS. പിന്നെ അങ്ങനെ ഓരോന്നിൻ്റെയും കാണുക. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ F' ആണെങ്കിൽ F' ഇൻറ്റു DS. അപ്പോൾ അങ്ങനെ dW1 dW2 അങ്ങനെ ഓരോന്നിൻ്റെയും dW എടുത്തിട്ട് കൂട്ടുക. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഇൻ്റഗ്രേഷൻ. എവിടെ നിന്ന് കൂട്ടണം? ഇവിടെ മീറ്റർ സ്കെയിൽ വെച്ചപ്പോൾ ഇവിടെ 0 ആണ്, ഇവിടുത്തെ ലെങ്ത് S ആണ്. അപ്പോൾ നിങ്ങൾ എത്രയായിട്ട് അരിഞ്ഞിട്ട് എവിടെ നിന്ന് എവിടെ മുതൽ കൂട്ടണം? ഈ അറ്റം മുതൽ ഈ അറ്റം വരെ കൂട്ടണം. 0 to S കൂട്ടിയെടുക്കണം. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പലാണ് ഇങ്ങനെ, dW കൂട്ടിയെടുക്കണം. ടോട്ടൽ വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു ഇതുപോലത്തെ dWകൾ കൂട്ടി എടുത്തതാണ് എന്നാണ് ഈ സിമ്പൽ പറയുന്നത്. എവിടെ നിന്ന് കൂട്ടണം? 0 to S. ഇതിനെയാണ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഇൻ്റഗ്രേഷൻ. അപ്പോൾ ഇൻ്റഗ്രേഷനിൽ ഇതാണ് സിമ്പൽ ഉപയോഗിക്കുന്ന. ഈ 0 എന്ന് പറയുന്നത് അവിടെ നിന്ന് തുടങ്ങണം എന്നാണ് കൂട്ടൽ. അപ്പോൾ അതിനെ പറയുന്ന ലിമിറ്റ് എന്നാണ്. ദിസ് ഈസ് കോൾഡ് ലോവർ ലിമിറ്റ് ആൻഡ് ദിസ് ഈസ് കോൾഡ് ഹയർ ലിമിറ്റ്. ഇത്രയും ഞാൻ ഇത് പറഞ്ഞു മനസ്സിലാക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മാത്തമാറ്റിക്സിൽ ഇൻ്റഗ്രേഷൻ പഠിക്കുമ്പോൾ ഇത് കൂടുതൽ മനസ്സിലാവും. ഓക്കെ, സോ ദിസ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻ്റഗ്രേഷൻ. ദിസ് സിംപ്ലി മീൻസ് ദാറ്റ് ഇങ്ങനെ കാണിക്കുന്നതിൻ്റെ അർത്ഥം ചെറിയ ചെറിയ വർക്ക് ഡണുകളെല്ലാം കൂടി കൂട്ടിയെടുക്കുന്നു. ചെറിയ ചെറിയ വസ്തുക്കളെല്ലാം കൂടി കൂട്ടി ഒരു വലിയ വസ്തുവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. വലിയൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ കണ്ടുപിടിക്കുന്നു. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഇപ്പോൾ ഇനി നിങ്ങൾ ഇതിനെ നമുക്കിതിൻ്റെ മൊത്തം ചാർജ് കൊണ്ടുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ പല DL ആയിട്ട് ചെറിയ DL ആയിട്ട് ഇങ്ങനെ മുറിക്കാന്ന് വെച്ചാൽ ഇൻ ഇമാജിനേഷൻ. എന്നിട്ട് ഓരോ DLൻ്റെയും ഫീൽഡ് കണ്ടുപിടിക്കും. എന്നിട്ടത് വെക്ടോറിക്കലായിട്ട് ആഡ് ചെയ്യും. മനസ്സിലായോ? ഓരോന്നിൻ്റെയും കണ്ടുപിടിക്കുക. വെക്ടോറിക്കലായിട്ട് ആഡ് ചെയ്യുമ്പോൾ എല്ലാം ഈ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും. അപ്പോൾ വെറുതെ ആഡ് ചെയ്തെടുത്താൽ മതി.
അങ്ങനെ ആഡ് ചെയ്തെടുക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇൻ്റഗ്രേഷൻ. ഇൻ്റഗ്രേഷൻ നിങ്ങൾ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിലേ പഠിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ അത് കൂടുതൽ മനസ്സിലാക്കും. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ടോട്ടൽ ഇ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഏതിനെ? ഈ ഡിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും. ടി ഇനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഇൻ്റഗ്രേറ്റ് ചെയ്യണം എവിടെ നിന്ന്? ലിമിറ്റ് എന്തായിരിക്കും? ഇവിടെ നിന്ന് തുടങ്ങണം. അപ്പം 0യിൽ നിന്ന് തുടങ്ങണം. എന്നിട്ട് ഇങ്ങനെ ചുറ്റി 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 വരുമ്പോൾ എത്ര ലെങ്ത് വരും? 2πr വരെ വരും. സോ ലിമിറ്റ് ഈസ് 2πr, ഇൻ്റഗ്രൽ 2πr. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു integral 0 to 2πr. What is dE? It is dE cos theta. So integral dE cos theta. ഇനി എന്താണ് വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ഡി? ഇവിടെ നിന്ന് ഇവിടെ ഒരു പോയിന്റ് ചാർജ് ഉണ്ട്. ഇറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് എ ഫ്രം പി അല്ലേ? ഇതിൻ്റെ ഡിസ്റ്റൻസ് പി എ. അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്രയായിരിക്കും? ഡി വിൽ ബി ഈക്വൽ ടു Coulomb's law 1/4π epsilon naught dq by a square അല്ലേ? ഇവിടെ ഒരു പോയിന്റ് ചാർജ് ഇടുന്നാൽ ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഇത് 1/4π epsilon 0 dq by a square. ഈ ഇവിടുത്തെ ഡിസ്റ്റൻസ് എ ആണ്, അതുകൊണ്ട് a square. സോ ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ഡി ഇ. അപ്പോൾ ഡി കോസ് തീറ്റ എത്രയായിരിക്കും? ഡി കോസ് തീറ്റ വിൽ ബി ഈക്വൽ ടു 1/4π epsilon naught dq by a square cos theta. That I am substituting here. So integral 0 to 2π d cos theta is 1/4π epsilon naught dq by a square into cos theta. dq by a square into cos theta. Now what is dq? It is written here. Let it be this equation 1. This equation 1 ആണെന്നിരിക്കട്ടെ. Then E will be equal to ആ dq ൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുകയാണ്. ഇൻ്റഗ്രൽ 0 to 2π 1/4π epsilon naught dq. What is the value of dq? q by 2πr into dl, that is dq by a square cos theta. Now let us find out what is cos theta. What is cos theta here? Cos theta is adjacent side by hypotenuse. Adjacent side by hypotenuse. Cos theta is equal to adjacent side by hypotenuse, x by a. So here I am writing x by a. So E will be equal to 0 to 2π 1/4π epsilon naught q dl by 2πr a square, and instead of cos theta I am writing x by a. And what will this become? E will be equal to a square into a, that is a cube, integral 0 to 2πr 1/4π epsilon naught q dl by 2πr a cube into x. Now let us find out what is the value of a. ഈ ട്രയാങ്കിൾ എടുക്കുക. ഈ ട്രയാങ്കിൾ എടുക്കുമ്പോൾ a square will be equal to x square plus r square. ഈ ട്രയാങ്കിൾ എടുക്കുക നിങ്ങൾ. So a square will be equal to x square plus r square, or a will be equal to square root of x square plus r square. That I can write as a is equal to x square plus r square whole raised to 1/2. Now I am substituting the value of a here. ഇവിടുത്തെ എയിൽ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇ വിൽ ബി ഈക്വൽ ടു
0 to 2 pi r into 1 by 4 pi epsilon 0 q dl x by 2 pi r. A cube is x square plus r square the whole raised to 1 by 2, that is a, that whole cube. So this will become whole raised to 3 by 2. ഇനി നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം. ഇൻ്റഗ്രേഷന് ദർ ഈസ് എ റൂൾ. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിൽ, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന കണ്ടൻറ്റിൽ, ആ ഒരു ഇതിൽ നമ്മൾക്ക് കോൺസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിനെ പുറത്തെടുത്തിട്ട് വേരിയബിൾസിനെ മാത്രം ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇവിടെ ഏതൊക്കെയാണ് കോൺസ്റ്റൻറ്റ്? 1 by 4 pi epsilon 0 is a constant. For a ring Q is a constant. This distance x is a constant. കാരണം ആ x ഡിസ്റ്റൻസുള്ള ഒരു പോയിന്റിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. റേഡിയസ് ഓഫ് ദ റിംഗ് ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇതും ഈ ക്യൂവും എക്സും 2 pi ആറും ഇതെല്ലാം കോൺസ്റ്റൻസ് ആണ്. So we can take it out. So I will write it here. Now E will be equal to 1 by 4 pi epsilon naught. എന്തൊക്കെയാണ് കോൺസ്റ്റൻ്റ് ഉള്ളത്? qx by 2 pi r into x square plus r square the whole raised to 3 by 2 into integral 0 to 2 pi dl. ഈ ഡി എല്ലിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇൻ്റഗ്രേറ്റ് ചെയ്യാന്ന് വെച്ചാൽ കൂട്ടിയെടുക്കുക. ഈ ഡി എൽ എല്ലാം കൂടി കൂട്ടിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇഫ് എൽ ഈസ് ദ സർക്കംഫറൻസ് യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് എൽ. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. എല്ല് 0യും 2 pi ആ ലിമിറ്റിൽ അവിടെ നിൽക്കട്ടെ. അത് നിങ്ങൾ ഇൻ്റഗ്രേഷനിൽ പഠിക്കുക. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഡി എൽ എല്ലാം കൂടി നിങ്ങളിങ്ങനെ 1 2 3 ഇങ്ങനെ എല്ലാ ഡി എല്ലും കൂടി കൂട്ടിയെടുത്താൽ വാട്ട് വിൽ ബി യുവർ ആൻസർ? ഇറ്റ് വിൽ ബി 2 pi r. ഡി എൽ എല്ലാം കൂടി കൂട്ടിയെടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്ന 2 pi r ആയിരിക്കും. സോ നൗ യു ഗെറ്റ് ദ ഫോർമുല E is equal to 1 by 4 pi epsilon naught qx by 2 pi r x square plus r square the whole cube into dl. dl integral of dl is 2 pi r. ഈ 2 pi ആറും 2 pi ആറും കൂടി ക്യാൻസൽ ആയി പോകും. സോ വാട്ട് യു വിൽ ഗെറ്റ് the electric field intensity at a point P from on the axial line of a ring which is uniformly charged by a charge Q is given by E is equal to qx by 4 pi epsilon 0 x square plus r square the whole raised to 3 by 2. This is the formula for question for this one. So please note down. ഇത് മുഴുവൻ ഒന്ന് എഴുതിയെടുക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്കിതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.